വഴക്ക് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരിക. അവളാണെങ്കിൽ വല്ലാതെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഈ പെണ്ണ്. അതേപോലെ തന്നെ ഒരു ചെറിയ മോളും ഉണ്ട്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു മാപ്പ് പറഞ്ഞ ഇവിടെ. ഞാൻ മാപ്പ് പറയില്ല. അതൊന്നും പോലീസ് സ്റ്റേഷനിൽ വില പോയില്ല എന്ന് കണ്ടപ്പോൾ പറഞ്ഞു ഇവൻ മന്ത്രം ചൊല്ലിന്റെ കുട്ടികളെ പേടിപ്പിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ആ സ്റ്റേഷനിൽ ഇരുന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നാളത്തോട് ഓരോ കഥ തീരൂട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീയുടെ അടുത്ത് എന്താ പറയാ, ദൈവികമായിട്ട് നിൽക്കുന്ന ഒരാളെ ഉപദ്രവിക്കാൻ, അനാവശ്യമായിട്ട് ഉപദ്രവിക്കാൻ വന്നാൽ അതിനുള്ള പണി അവിടെ കിട്ടും. ഇത് തിരുപ്പതി ഭഗവാനാണോ അതോ കൂടെയുള്ള ഉപാസനാമൂർത്തികളായിരുന്നു? ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നതിന് ഒരു രസം ഉണ്ടാവില്ലല്ലോ. അതുപോലെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മളെ തല്ലാനം എന്ന് പറഞ്ഞു വന്ന ആള് കൊഴിഞ്ഞു പോയ അനുഭവങ്ങളുണ്ട്. ആ ഒരു ദേവതയുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പെറ്റമ്മയേക്കാളും മേളില്ല. പെറ്റമ്മയോളം സ്നേഹം വേറെ ഒന്നിനും ഇല്ല എന്നല്ലേ പറയാം. പക്ഷെ ശരിക്കും ഒരു ഉപാസനയുടെ അനുഭവം അറിഞ്ഞൊരു വ്യക്തിക്ക് പെറ്റമ്മയേക്കാളും മുകളിലാണ്. ദിബുചേട്ടൻ്റെ ജീവിതത്തിൽ സ്വയമേ വന്ന പ്രശ്നങ്ങൾ, അതായത് നമ്മൾ പോലും വിചാരിക്കാതെ നമ്മിലേക്ക് വന്ന പ്രശ്നങ്ങൾ, നമ്മൾ പോലും അറിയാതെ പോയ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് കാരണം നമ്മുടെ ഉപാസന മൂർത്തികളാണല്ലോ നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ പോലും അറിയാതെ ചില പ്രശ്നങ്ങൾ പോകാറുണ്ട്. ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലും നമ്മൾ ഉപദ്രവിക്കാൻ വന്ന ആളുകൾ വഴിമാറിപ്പോയതും അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും? ലാസ്റ്റ് ഉണ്ടായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അവരുടെ വൈഫും കൂടി കാളഹസ്തി തിരുപ്പതി ഒന്ന് പോയായിരുന്നു. കാളഹസ്തി തിരുപ്പതി രണ്ടും അടുത്തടുത്ത ക്ഷേത്രങ്ങൾ. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയ സമയത്ത് തിരുപ്പതിയിൽ വെച്ചിട്ട്, തിരുപ്പതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും ഒരു വരിയിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭ്രാന്താവുന്ന ഒരു ക്ഷേത്രമാണത്. അത്രമാത്രം ജനങ്ങളും ഉണ്ട്. ആരോ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ നല്ല നല്ല ഫുഡും കാര്യങ്ങളും നമ്മൾ ജയിലിലിട്ട് കണ്ട് ഫുഡ് തരുന്ന പോലെ തന്നെ അവർ നമ്മളെ ഒരു റൂമിലാണ് ഇട്ടുന്നത്, ഒരു ഗ്രില്ല് അടച്ചിട്ടുള്ള. അതിൻ്റെ ഉള്ളിലിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളും ബാത്റൂം സൗകര്യം എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കൊന്നിനും പുറത്തു പോകേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ പോയിട്ടുണ്ട്. തിരുപ്പതിയിൽ പോയി അങ്ങനെ വരി നിന്ന് അങ്ങനെ ഓടി ഒരു ഇതിൻ്റെ ഉള്ളിൽ കയറി, റൂമിൻ്റെ ഉള്ളിൽ കയറി. അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വരിക്കാണ്ട് പോവാം. അപ്പൊ ഈ ഇതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിയും പുള്ളിയുടെ വൈഫും ഞാനും ആണ്. അപ്പൊ ഞങ്ങളൊരു വഴീന്റെ അടുത്തേക്ക് അങ്ങോട്ട് കയറി നിന്നു. അപ്പൊ അവിടെ ഒരു ഫാമിലി ഇരിക്കുന്നുണ്ട്, ഒരു ഭാര്യ ഭർത്താവ് 2 കൊച്ചുങ്ങൾ. അപ്പൊ ഈ പെണ്ണുങ്ങളാണ് ഇവരെ അടുത്ത് ആരെങ്കിലും ഇരിക്കുമ്പോഴത്തേ ഇവര് കുത്തി തിരികെ ഓടിക്കുക. അപ്പൊ അത് ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പം ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ഒന്ന് സൈഡിലിരുന്നു. അപ്പൊ ഈ പുള്ളിക്കാരി കാലുകൊണ്ട് തട്ടി. അപ്പൊ പുള്ളിക്കാരൻ ലേശം ഒന്ന് മാറിക്കൊടുത്തു. അപ്പോൾ ഈ സ്ത്രീക്ക് ഇയാൾ നീപ്പിക്കണം, എന്നാലേ പറ്റുള്ളൂ. അങ്ങനെ ഇവരിരുന്ന് കുറെ കളറാറുണ്ട്. കാരണം ഇവർക്ക് ഈ പുള്ളിക്കാരൻ എൻ്റെ കൂടെ വന്ന ആൾക്ക് കന്നഡയും അറിയില്ല, തമിഴും അറിയില്ല, മലയാളം മാത്രമേ അറിയുള്ളൂ, ഹിന്ദിയും അറിയില്ല. അപ്പൊ ഇവർ ഈ 3 ഭാഷയിൽ നല്ല രീതിയിൽ പറയുന്നുണ്ട്. കന്നഡ എനിക്കും വലിയൊരു ഐഡിയ ഇല്ല, പക്ഷെ തമിഴും ഹിന്ദിയും അത്യാവശ്യം കേട്ടാൽ മനസ്സിലാവും. ശരിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു ഒപ്പിക്കും. അപ്പൊ ആ ഒരു അവസ്ഥനോണ്ട് ഇവരിങ്ങനെ ചീത്ത വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഈ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ അവിടെ ഏൽപ്പിക്കേണ്ടത്. അതുവരെ മൊബൈൽ നമ്മുടെ കയ്യിൽ വെക്കാം. അപ്പൊ ഈ മൊബൈൽ ഇങ്ങനെ അത് റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലിവിടെ നിന്നും കണ്ട് നടുവേദന എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടുന്ന് ഒച്ചയും വെളിയും തുടങ്ങി. അപ്പൊ ഞാൻ എന്താ നോക്കിയിട്ട് തിരിഞ്ഞു നോക്കി, എൻ്റെ കൂടെ ഉള്ള ആളെയാണ് ഇവര് വഴക്ക് പറഞ്ഞുകൊടുക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ പറഞ്ഞു അയാളവിടെ ഇരുന്നിട്ട് ഇവർക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ കഴിയില്ല. ക്ഷേത്രത്തിലല്ലേ, ക്ഷേത്രത്തിലെ അവസ്ഥയിൽ വന്നതല്ലേ, ലേശം ഒരു ഒതുക്കം കൊടുത്തു വിചാരിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞപ്പോ ഈ ആരാവശ്യം ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഒളിനോട് പറഞ്ഞു അവിടെ ഇരിക്കുക, ഓളെ കൊണ്ട് കഴിയുമ്പോൾ ഒളി ചെയ്തോട്ടെ. പിന്നെ അവിടെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ക്ഷേത്രത്തിലേക്ക് വന്നതാണെന്നുള്ളത് എനിക്കും മനസ്സിലാവാത്ത അവസ്ഥയായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വഴക്ക് പറയാം. നല്ല രീതിയിൽ വഴക്ക് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരിക. പക്ഷെ അവളുടെ ഭർത്താവിനെ അപേക്ഷിച്ചിട്ട് അവന് വലിയ ഗുണമൊന്നുമില്ല. അവൻ മറ്റെന്തോ റെയിൽവേനെന്തോ ഒരു പണിക്കാരനാണ്. അവളാണെങ്കിൽ വല്ലാതെ ഉപദ്രവിക്കുന്ന രീതിയിൽ വരിക ഈ പെണ്ണ്. അതേപോലെ തന്നെ ഒരു ചെറിയ മോളും ഉണ്ട്, ഒരു 5-6 വയസ്സുണ്ടാവുള്ളൂ. പക്ഷെ ഒരു പെങ്കൊച്ചാണെന്ന് പോലും നമുക്ക് തോന്നിക്കാത്ത രീതിയിലുള്ളൊരു അവസ്ഥ. അതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് അത്ര നേരത്ത് പറയുന്നു. അപ്പോൾ ആ ഒരു രൂപത്തിൽ ഇങ്ങനെ വന്നു. ഇപ്പൊ ഞാനും അതേ രീതിയിൽ തന്നെ ഞാനും തിരിച്ചു സംസാരിച്ചു. എന്നോട് പറഞ്ഞു ഒരു പെണ്ണിനോടാണ് അങ്ങനത്തെ വർത്താനം പറഞ്ഞത്. പെണ്ണ് ആണെന്നുള്ള രൂപത്തിലേക്ക് ആക്കാൻ നോക്കിയത്. ഞാൻ ചോദിച്ചു ഇവളാണോ പെണ്ണ്? അപ്പൊ അതൊന്നും ഇവന് ദഹിക്കുന്നില്ല. കാരണം ബാക്കിയുള്ളവരെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെ സംസാരിക്കുന്ന അവനും വിചാരിച്ചില്ല. ഇങ്ങോട്ട് പറയണതിന് അതേ രീതിയിൽ തന്നെ മറുപടിയും പറഞ്ഞു. അങ്ങനെ അവസാനം എന്നെ തല്ലാൻ വേണ്ടി ഇങ്ങനെ കൈയൊന്നിച്ചപാട് ഞാൻ പറഞ്ഞു എന്റെ മേല് തൊട്ടാ ഞാനും തല്ലുന്നതാണ്. അങ്ങനെ അവസാനം എനിക്കും ഭ്രാന്തായി. അവസാനം ഞാൻ പറഞ്ഞു അണക്കുള്ള ഞാൻ കാണിച്ചു തരാം,
വലിയ ദിവസമൊന്നും ഉണ്ടാവില്ല, അണക്കുള്ള പണി ഞാൻ തരാട്ടോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞാൻ എൻ്റെ കഴുത്തുള്ള മാല കൂട്ടി പിടിച്ചു. അതിനുള്ള ഒരു ജപം വിട്ടു. ആ ഒരു ജപത്തോടു കൂടി തന്നെ എനിക്കറിയാം അതെന്ത് സംഭവിക്കുന്നുള്ളു. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര ഒരു ഒച്ചയും വിളിയൊക്കെ ആയപ്പോൾ പോലീസിനെ വിളിച്ചു. അപ്പൊ ഇവര് കന്നഡയില് സംസാരിക്കുന്നുണ്ട്. എനിക്കാണ് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അവസാനം പോലീസുകാർ മുന്നിൽ ഞാൻ മാത്രം മോശക്കാരൻ, ഞാനും രണ്ടാളും ഭാഷ അറിയാത്തുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും അവര് ക്ലിക്ക് ആവുകയും ചെയ്തു. അവര് ഭയങ്കര മാന്യന്മാര്, അവരെ കൂട്ടിക്കൊണ്ടുപോകണു, ചായ വേണോ വയ്ക്കണു, വെള്ളം വേണോ വയ്ക്കണു, കൊടുക്കണു. അങ്ങനെ ഞങ്ങളെ അവിടെ പിടിച്ചിരുത്തി സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതുകൊണ്ട് എന്നോട് പറഞ്ഞു മാപ്പ് പറഞ്ഞ ഇവിടെ. ഞാൻ മാപ്പ് അറിയില്ല, ഞാൻ തെറ്റ് ചെയ്തില്ല, എന്നോട് മാപ്പ് അറിയില്ല. അത് അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം ഞാൻ എന്നാണ് അവന്റെ ഓർഡർ. ചെയ്യൂലാറ്, താലി അങ്ങോട്ട് പോയാലും ശരി ഞാൻ ചെയ്യില്ല. അങ്ങനെ പറഞ്ഞപ്പം അതിന്റെ മുകളിൽ കേസ് ആക്കാം ഒന്നും ആയിക്കോട്ടെ, ശരി എന്താ വെച്ചാൽ ആയിക്കോട്ടെ. അപ്പൊ എന്റെ കൂടെ വന്ന ആൾക്ക് നല്ല പേടിയുണ്ട്. കാരണം പുള്ളിക്ക് ഒരു ജോലി ഉള്ളതാണ്, അത് പോകും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും. കാരണം ഈ ഒരു കേസ് വന്നാൽ നമുക്ക് പ്രശ്നമാക്കണ്ട, നമുക്ക് പോയി നോക്കാന്ന്. അങ്ങനെ പോയി അവിടുന്ന് സ്റ്റേഷനിൽ കയറി അവിടുന്ന് കുറെ ഞെട്ടിക്കലൊക്കെ ഞെട്ടിച്ചു. എന്റെ ഫോൺ അവിടെ മേടിച്ചു വെച്ചു. എന്റെ ഫോണിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. കാരണം അവൾ ഈ പറയുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാകും. അപ്പൊ അവിടുന്ന് സ്റ്റേഷനിൽ പിന്നെ അവൾ ആദ്യം പറഞ്ഞു അവളുടെ മേല് ഇരുന്നു പറഞ്ഞു. അല്ല, അവളുടെ ഇരുന്നപ്പോ അവളുടെ കാലിന്റെ സൈഡിൽ തട്ടിയായിരുന്നു. പിന്നെ പറഞ്ഞു കാലെടുത്ത് മടിയിൽ വെച്ച് പറഞ്ഞു. പിന്നെ അവളോട് കാല് കൊണ്ട് ചൊറിഞ്ഞു പറഞ്ഞു. ഇതൊന്നും ഇയാൾ ചെയ്യില്ല, കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പിന്നെ ഒന്നാമത് ക്ഷേത്രത്തിലായതുകൊണ്ടും എന്തായാലും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആള് ചെയ്യില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരി പറയണത് എന്താ വെച്ചാല് അതൊന്നും പോലീസ് സ്റ്റേഷനിൽ വില പോയില്ല എന്ന് കണ്ടപ്പോ പറഞ്ഞു ഇവൻ മന്ത്രം ചൊല്ലിന്റെ കുട്ടികളെ പേടിപ്പിച്ചു പറഞ്ഞു. കുട്ടികളെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസ്കോയിലേക്ക് കയറും. അപ്പൊ ഞാനും വിചാരിച്ചു പണി കിട്ടി, നോക്കിയിട്ട് കാര്യമില്ല, ബാക്കി വരണോടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ അവിടെ നിന്നു. അപ്പോഴേക്കും പോലീസുകാരൊക്കെ നമ്മളോട് ഉടക്കാണ് പറഞ്ഞത്, കാരണം നമുക്ക് ഭാഷ അറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിർത്തിയിട്ട് ഇവരെ 4 ആളെയും പറഞ്ഞു വിട്ടു. ഈ 2 കുട്ടികളെയും ഭാര്യനും ഭർത്താവിനും പറഞ്ഞു വിട്ടു. നമ്മൾ വൈകുന്നേരം ആയിക്കണം, രാത്രി ഒരു 7 മണിയൊക്കെ ആയിരുന്നു. നമ്മളോട് നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോയില്ല, നിങ്ങളിവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ ഓരെ മാത്രം വിട്ട് ഞങ്ങളോട് പിടിച്ചു വെച്ചിട്ട് അല്ല, ഓരോട് നാളെ വരാൻ പറഞ്ഞു. അത് പറഞ്ഞ് ഞങ്ങളെയും കൂടി അവിടെ ആക്കണ്ടേ? ഒരു ദർശനം കഴിഞ്ഞില്ലേ? ഇല്ല, അവർക്കും ദർശനം കിട്ടിയില്ല. അങ്ങനെ കുറെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനൊരു വക്കീലിനെ വിളിച്ചു. എൻ്റെ വേറെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ഏട്ടാ അങ്ങനെ ഒരു വക്കീലുണ്ട്, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവന്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവിടെയുള്ള ഒരു വക്കീലിനെ റെഡി ചെയ്തു. അപ്പം പിറ്റേന്ന് രാവിലെ അപ്പോൾ വക്കീൽ പറഞ്ഞു താഴെ ഒരു ലോഡ്ജ് ഉണ്ട്, മുകളിലല്ല താഴെ. മുകളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ റെക്കമെൻഡേഷൻ ഒന്നും കാര്യമില്ല, അവിടെ വരിയിൽ തന്നെ റൂം എടുക്കണം, തിരുപ്പതിന്റെ മുകളിലാണെങ്കിൽ. ആ താഴെ നമുക്ക് അറിയുന്ന ഒരു ലോഡ്ജ് ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, ബാക്കി നമുക്ക് നാളെ. അവർക്ക് അത്യാവശ്യം മലയാളം അറിയുന്നു, മലയാളം തമിഴും കൂടി മിക്സ് ചെയ്ത് പറയുന്ന ഒരാളാണ്. രാവിലെ നമുക്ക് കാണാറ്. ശരിയെന്നും പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞു തന്ന ലോഡ്ജ് തപ്പി പിടിച്ച് പോയി. ലോഡ്ജിൽ കയറി അവിടെ ചെന്നപ്പോൾ വലിയൊരു ലോഡ്ജ് വേണം, നമുക്ക് അവിടെ നല്ലൊരു സൗകര്യത്തോടു കൂടി തന്നെ. അപ്പൊ ഞാനും പുള്ളിയും പുള്ളീന്റെ വൈഫും ആ റൂമിലുണ്ട്. അങ്ങനെ കിടന്നു. ആർക്കും വലിയ ഉറക്കത്തിന്റെ ദിവസമൊന്നുമില്ല, പിന്നെ ക്ഷീണം കൊണ്ട് എല്ലാവരും കുറച്ചൊന്നും ഉറങ്ങിയിട്ടുണ്ട്. രാവിലെ 11 മണിയാവും 10 മണിയാവും നീക്കുമ്പോൾ നല്ല ഉറക്കമായിരുന്നു. ഞാൻ ഉറങ്ങണതിനോട് ഇനിയും വിളിച്ചില്ല, കാരണം വണ്ടി ഞാനാണ് ഓടിക്കുന്നത്. ഞാൻ വണ്ടിയാണെങ്കിൽ പുള്ളിക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കൂല. അപ്പൊ അതുകൊണ്ട് പുള്ളി എന്നെ വിളിച്ചു. ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ വക്കീലിനെ വിളിച്ചോ, വക്കീലുണ്ട് പറയണം ഞാൻ വരണമെങ്കിൽ 5000 രൂപയാണ് പറഞ്ഞു. ഞാനും ആ ഗുമ്മായി, കാരണം 5000 രൂപയൊക്കെ കൊടുത്തിട്ട് വക്കീലിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല, നമ്മൾ തെറ്റും ചെയ്തില്ല, ഇത് കൊടുത്താൽ കൊടുത്തത് തന്നെയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ 5000 ഇല്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. ഞാൻ പുള്ളിനോട് പറഞ്ഞു ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഒന്ന് പോയി നോക്കാം, എന്തെങ്കിലും പ്രശ്നം ആവുകയാണെങ്കിൽ അപ്പൊ വക്കീലിനെ വിളിക്കാം. എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല. പുള്ളി പെട്രോൾ അടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയതും. അപ്പം അങ്ങനെ പോയി അവിടുന്ന് തിരിച്ചു കയറി. അങ്ങനെ അവിടേക്ക് മുകളിൽ കയറി അവിടെ എത്താനായപ്പോഴത്തേക്ക് ഇവിടെ വരി നിൽക്കണം. താഴ്ന്ന് വരി നിന്ന് ഫുള്ള് വണ്ടി മുഴുവൻ ചെക്ക് ചെയ്യും. പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പിടിച്ച് പുറത്താക്കിയിട്ട് വണ്ടി കയറ്റി വിടുകയുള്ളൂ. അപ്പൊ ആ ചെക്കിങ്ങും കഴിഞ്ഞ് നേരെ മുകളിൽ കയറി. മുകളിലേക്ക് പോകുന്ന വഴിക്ക് ഈ വേറൊരു വക്കീലുണ്ട്, വിളിക്കണം. 500 രൂപ തരാതെ ഞാൻ വരില്ല. അപ്പം ജൂനിയറാണ്, വളരെ ജൂനിയറാണ്, വെറുതെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ വരാം എന്നുള്ളതേ ഉള്ളൂ, ഭാഷ അറിയാത്തോണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു 500 രൂപയാണെങ്കിൽ പോരെ. എന്നോട് പറഞ്ഞു ഗൂഗിൾ പേ അയച്ചു തരണം എന്നാലേ ഞാൻ വരുള്ളൂ. ആയിക്കോട്ടെ, ഗൂഗിൾ പേ അയച്ചു തരാം. ഗൂഗിൾ പേ അയച്ചു കൊടുത്തു. അങ്ങനെ സ്റ്റേഷനിലേക്ക് പോയി. അവിടുന്ന് പിന്നെ ബസ്സിൽ വരികയാണെങ്കിലും ടൈം ഉണ്ട്, കാരണം താഴ്ന്ന് മൊത്തം ചെക്ക് ചെയ്തിട്ടേ മുകളിൽ കയറ്റുള്ളൂ. ആ പുള്ളി അങ്ങോട്ട് എത്തിയില്ല. ഞങ്ങള് നേരെ സ്റ്റേഷനിൽ പോയി കയറി. സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആരും വന്നിട്ടില്ല. പോലീസുകാരുണ്ട്.
അപ്പൊ ഈ പോലീസുകാർക്കൊക്കെ പിന്നെ നമ്മളോട് സ്നേഹമായി. കാരണം എന്താ വെച്ചാൽ ഞാൻ ഉത്സവം കഴിഞ്ഞ സമയം, കഴിഞ്ഞ ഉത്സവത്തിന് ഞങ്ങൾക്ക് അവിടെ ഏകദേശം 54 കോഴി വെട്ടിയിട്ടുണ്ട്, ഒരാടും ഉണ്ട്. ഇത്രയും ഗുരുതിന്റെ ഒക്കെ വീഡിയോ ഉണ്ടായില്ല. അപ്പൊ ഇതൊക്കെ അവർ നോക്കിയിട്ടുണ്ട് മൊത്തം. പോലീസുകാരുടെ കയ്യിൽ ഫോൺ കിട്ടിയാൽ അറിയാലോ, മൊത്തം സെർച്ച് ചെയ്തു ഏതൊക്കെയാ ലിങ്ക് എന്തൊക്കെ നോക്കും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അവർക്ക് ഇതാണ് ആകെ കിട്ടിയത്. അപ്പൊ അവർക്ക് ഏകദേശം മനസ്സിലായി ഞാൻ ഇച്ചിരി പണിയെടുക്കുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇവര് എന്നോട് പിന്നെ പിറ്റേന്ന് രാവിലെ വന്നപ്പോൾ ഭയങ്കര ബഹുമാനത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാനും വിചാരിച്ചു ഇത് എന്താ സംഭവം. പിന്നെ എനിക്ക് തോന്നി മൊബൈൽ നോക്കിയിട്ടുണ്ടാവും. അപ്പൊ നോക്കുമ്പോൾ ഏകദേശം ഒരു 80% ചാർജുള്ള ഫോണിൽ എനിക്ക് തിരിച്ച് ഞാൻ നോക്കുമ്പോൾ 1% ഉള്ളൂ. ഒരാളെ നമ്പർ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ട്, ഒന്ന് മനസ്സിലായി. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ചു നേരം ഇരുന്നത് 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്നുണ്ടോ. അപ്പൊ എന്നോട് മറ്റൊരാൾ വന്നത് പറഞ്ഞു ഞാനൊന്ന് ഓരെ വിളിച്ചു നോക്കട്ടെ. തമിഴിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല, വിളിച്ചോളൂ. വിളിച്ചിട്ട് ലൗഡ് സ്പീക്കറിൽ ആദ്യം വിളിച്ചപ്പോൾ കിട്ടിയില്ല. രണ്ടാമത് വിളിക്കുമ്പോൾ മുമ്പ് ലൗഡ് സ്പീക്കറിൽ വെച്ചിട്ട് പോലീസുകാർക്ക് ഉണ്ടല്ലോ ഈ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് ലൗഡ് സ്പീക്കറിലിട്ട് സംസാരിക്കുന്ന സ്വഭാവം, ആ സ്വഭാവം. അപ്പൊ സംഭവം ആ സമയത്ത് 3-4 പ്രതികൾ അവിടെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ജയിലൊക്കെ ഭാഗ്യമാണ്. കാരണം കൈ കാലും ഒക്കെ കൂട്ടിക്കെട്ടിയിട്ട് ചെയിൻ ഇതുണ്ടല്ലോ ഹാൻഡ് കപ്പ്, അതുകൊണ്ട് ഒരു കൈയും ഒരു കാലും കൂടെ കൂട്ടിക്കെട്ടിയിട്ട് ഇതിന്റെ മുകളിൽ ഒരു ചങ്ങല ഇട്ടിട്ട് ജനലിന്റെ മുകളിൽ കെട്ടിയിട്ടിരിക്കുക 3 തന്നെ. സംഭവം പോക്കറ്റ് അടിക്കാരാ. ഇവിടെ അവിടെയൊക്കെ പോക്കറ്റ് അടിക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ കൊണ്ടുപോകുന്നതാണ്. അവിടെ എങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഒരു ഉള്ളിലൊരു പേടിയുണ്ട്. കാരണം കേറിയാൽ എന്തായാലും പണി മേടിക്കും. കാരണം അവരെ കയ്യിൽ കിട്ടിയാൽ ഒരു നല്ല ഇടി ഇരിക്കും. അടി കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ ദേവീന്റെ ആളാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ലാതെ. അപ്പൊ ആ ഒരു ടെൻഷനൊക്കെ എനിക്കുണ്ട്. ഇവര് ഈ പുള്ളീനെ വിളിച്ചിട്ട് ലൗഡ് സ്പീക്കറിൽ വെച്ചിട്ട് തമിഴിലാണ് സംസാരിക്കുന്നത്. തമിഴ് സംസാരിച്ചപ്പം അവര് പറയുന്നത് എന്താ വെച്ചാല് ഞാൻ ഒന്നിനുമില്ല, എനിക്ക് കേസുമില്ല, പ്രശ്നവുമില്ല, ഞാൻ എഴുതി തന്ന് ഞാൻ നിങ്ങൾ കയറി കളഞ്ഞേക്ക്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വരൂല. അപ്പൊ പുള്ളി ചോദിച്ചു അതെന്താ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇവരെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത വഴിക്ക് പുള്ളി പറഞ്ഞെന്താ വെച്ചാൽ ഇന്നലെ രാത്രി മുതൽ എന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും വയ്യാണ്ടായിട്ട് ഞാൻ അവിടെ ഒന്നും കാണിക്കാതെ കഴിയാതെ അവരും വണ്ടിയിൽ എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഓടിയിട്ട് അവിടെ താഴെ ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഭാര്യയും കുട്ടികളും 2 കുട്ടികളും ഭാര്യയും ഛർദ്ദിക്കുന്നുണ്ട്, വയറ്റുന്നും പോകുന്നുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. വല്ലാത്ത ക്ഷീണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങള് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വണ്ടിയിൽ വരെ സംഭവിച്ചിട്ടുണ്ട് ഇത്. അപ്പൊ അത്രയും പ്രശ്നമാണ്. എനിക്ക് കേസും ഇല്ല, ഒരു പ്രശ്നവുമില്ല, അയാളോട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ കോള് കട്ട് ചെയ്യാന്നാണ് കട്ട് ചെയ്തത്. പിന്നെ ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പൊ ഈ പോലീസുകാരൻ തൊഴുതുകൊണ്ട് പറഞ്ഞു അപ്പൊ മനസ്സിലായല്ലോ തിരുപ്പതിയിൽ ഭഗവാൻ ഉണ്ടെന്ന് മനസ്സിലായോ വെച്ചു. അപ്പൊ തലേന്ന് രാത്രി ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഭഗവാനൊന്നുമില്ല, ഭഗവാൻ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെല്ലുവിളിച്ചിട്ടാ ഇറങ്ങിയത്. അപ്പൊ ഇയാൾ പറഞ്ഞു, അപ്പൊ എന്റെ കൂടെയുള്ള ആള് പറഞ്ഞു അത് തിരുപ്പതിയിലെ ഭഗവാനല്ല, അയാളെ കൂടെയുള്ള വേറൊരു സാധനം ഉണ്ട്, അതൊക്കെയാണ്. ഇയാൾക്കും ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാല് ചെയ്യാത്തൊരു തെറ്റിന് നമ്മളടുത്ത് കൂടെ വന്നിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമല്ലേ, ഇയാൾക്കും വലിയൊരു സന്തോഷമായി. അതില് പുള്ളിന്റെ ഭാര്യയും പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്ത്, ആ സ്റ്റേഷനിൽ ഇരുന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളത്തോട് ഓരോ കഥ തീരൂട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്ത്രീയുടെ അടുത്ത്. കാരണം മുള്ളി ഈ സ്ത്രീ നിൽക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ സംഭവിച്ചപ്പോൾ അതൊരു വലിയൊരു എഫക്റ്റ് ആയിരുന്നു. കാരണം നമ്മുടെ കൂടെ, അതായത് എന്താ പറയാ, ദൈവികമായിട്ട് നിൽക്കുന്ന ഒരാളെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കാൻ വന്നാൽ അതിനുള്ള പണി അവിടെ കിട്ടും എന്നുള്ളത് തെളിഞ്ഞൊരവസ്ഥയായിരുന്നു. ഇത് തിരുപ്പതി ഭഗവാനാണോ അതോ കൂടെയുള്ള ഉപാസനാമൂർത്തികളായിരുന്നു? ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നതിന് ഒരു രസം ഉണ്ടാവില്ലല്ലോ. എനിക്ക് എപ്പോഴും പറയാൻ ഇഷ്ടം എന്റെ ദേവതേനെ. കാരണം ഭഗവാനെ കണ്ടിട്ടല്ല ഞാൻ അവിടെ പണിയെടുത്തത്, ഞാൻ എന്റെ ദേവതയെ കണ്ടിട്ട് തന്നെയാണ് പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു നാളെ സ്റ്റേഷനിൽ വരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ആള് തെളിവുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ആ സ്ത്രീയായിട്ട് സംസാരിച്ചതിന്റെയും വീഡിയോ എന്റെ കയ്യിൽ ഫോണിൽ കിടപ്പുണ്ട്. ഞാൻ ഫോണുകൊണ്ട് തന്നെ വീഡിയോ എടുത്ത്. അങ്ങനെ ഒരു അനുഭവം കൂടി ഉണ്ട്. അതുപോലെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ തല്ലാനം എന്ന് പറഞ്ഞു വന്ന ആള് കൊഴിഞ്ഞു പോയ അനുഭവങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യൊന്നും വേണ്ട, ഒന്നും ചെയ്യണ്ട. അവർക്ക് കാരണം ഇതിലിപ്പോ ആ ദേഷ്യത്തിൽ നമ്മളൊന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് പ്രാർത്ഥിച്ചു, അതിനുവേണ്ട ജപവും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് സത്യം. മറ്റേതൊന്നും ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ പോലും അറിയാണ്ടാണ് കിട്ടിയിരിക്കുന്നത്. ഉപാസനാമൂർത്തിയാനുള്ള പണികൾ. ആ ഒരു ദേവതയുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെറ്റമ്മയേക്കാളും മേളില. പെറ്റമ്മയോളം സ്നേഹം വേറെ ഒന്നിനും ഇല്ല എന്നല്ലേ പറയാം. പക്ഷെ ശരിക്കൊരു ഉപാസനയുടെ അനുഭവം അറിഞ്ഞൊരു വ്യക്തിക്ക് പെറ്റമ്മയേക്കാളും മുകളില.